ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹത്തിൻ്റെ ബലി. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളിക്കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളിക്കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം, അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളിക്കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹന ബലിയായി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്നു പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കൈക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരോട് അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബെർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബെർഷബയിൽ പാർത്തു. തൻ്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹാം അറിഞ്ഞു. അവർ മൂത്തവനായ ഊസ്, അവൻ്റെ സഹോദരൻ ബൂസ്, ആരാമിൻ്റെ പിതാവായ കേമുവേൽ, കേസേദ്, ഹാസോ, പിൽഷാദ്, ഇദ്ലാഫ്, ബത്തുവേൽ എന്നിവരായിരുന്നു. ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു. അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിന് മിൽക്കയിലുണ്ടായവരാണ് ഈ 8 പേരും. അതിനു പുറമെ അവൻ്റെ ഉപനാരിയായ റൗമായിൽ നിന്ന് തെബഹ്, ഗഹം, തഹഷ്, മക്കാഹ് എന്നീ മക്കൾ ജനിച്ചു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായന 23-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സാറായുടെ മരണം. സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കാനാനിലുള്ള ഹെബ്രോൻ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രാഹാം സാറായെ പറ്റി വിലപിച്ചു. മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്.
മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരുക. ഹിത്യർ അവനോട് പറഞ്ഞു, പ്രഭോ, കേട്ടാലും. അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല. മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിൻ്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക. അവൻ മക്പെലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ. എഫ്രോൻ ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രഭോ, ഞാൻ പറയുന്നത് കേൾക്കുക. നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു. അങ്ങയുടെ മരിച്ചവരെ അടക്കിക്കൊള്ളുക. അബ്രാഹാം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നിലത്തിൻ്റെ വില ഞാൻ തരാം, അത് സ്വീകരിക്കണം. മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം. എഫ്രോൻ അബ്രാഹത്തോട് പറഞ്ഞു, പ്രഭോ, എൻ്റെ സ്ഥലത്തിന് 400 ഷെക്കൽ വെള്ളിയേ വിലയുള്ളൂ. നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക. എഫ്രോണിൻ്റെ വാക്ക് അബ്രാഹാം സ്വീകരിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാർക്കിടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു. മാമ്രയ്ക്ക് കിഴക്കുവശത്ത് മക്പെലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിൻ്റെ 4 അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിലിൽ കൂടി കടന്നുപോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി. അതിനുശേഷം അബ്രാഹാം ഭാര്യ സാറായെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോനിൽ മക്പെലായുടെ വയലിലുള്ള ഗുഹയിൽ അടക്കി. ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്യരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി. 24-ാം അധ്യായം 1 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ. ഇസഹാക്കും റബേക്കയും. അബ്രാഹത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരന് വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എൻ്റെ തൊടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രാഹാം പറഞ്ഞു, എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്നു വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എൻ്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. തൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു. അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 എണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു. അവൻ മെസൊപ്പൊട്ടേമിയയിൽ നാഹോറിൻ്റെ നഗരത്തിലെത്തി. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിനു വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി. അനന്തരം അവൻ പ്രാർത്ഥിച്ചു,
എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ. എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേ. ഞാൻ ഇതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഈ നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. നിന്റെ കുടം താഴ്ത്തി തരുക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചു കൊള്ളുക. നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. അങ്ങ് എൻ്റെ യജമാനനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും. അവൻ ഇതു പറഞ്ഞ് തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു. അവൾ അബ്രാഹത്തിൻ്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കയിലുണ്ടായ മകനായ ബത്തുവേലിൻ്റെ മകളായിരുന്നു. പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു. അവൾ കിണറ്റിങ്കലിലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു. അബ്രാഹത്തിൻ്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ചു വെള്ളം കുടിക്കുവാൻ തരിക പ്രഭോ. കുടിച്ചാലും അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കുവാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരിക്കൊടുക്കാം. അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കിലേക്ക് ഓടി. ഒട്ടകങ്ങളെല്ലാം വെള്ളം കോരി കൊടുത്തു. തൻ്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു. ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമോതിരവും 10 ഷെക്കൽ തൂക്കമുള്ള 2 പൊൻവലകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക. നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ? അവൾ പറഞ്ഞു, നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ. അവൾ തുടർന്നു പറഞ്ഞു, ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വേണ്ടുവാളുമുണ്ട്, താമസിക്കാൻ മുറിയുമുണ്ട്. അവൻ തല കുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എൻ്റെ യജമാനൻ്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. റബേക്കയ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ലാബാൻ പറഞ്ഞു, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, വരുക. എന്താണ് പുറത്തു നിൽക്കുന്നത്? ഞാൻ വീണ്ടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. അവൻ വീട്ടിലേക്ക് കയറി. ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചു മാറ്റി തീറ്റിയും കച്ചിയും കൊടുത്തു. അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഭക്ഷണം വിളമ്പി. എന്നാൽ അവൻ പറഞ്ഞു, വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. പറഞ്ഞുകൊള്ളുക. ലാബാൻ സമ്മതിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അബ്രാഹത്തിൻ്റെ ഭൃത്യനാണ്. കർത്താവ് എൻ്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ സമ്പന്നനാണ്. ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതിയും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു. യജമാനൻ്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവളിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ യജമാനൻ എന്നെക്കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു. ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത്. മറിച്ച് നീ എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചു, ഒരു വേള ആ പെൺകുട്ടി എൻ്റെ കൂടെ വന്നില്ലെങ്കിലോ? അവൻ എന്നോട് പറഞ്ഞു,
ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിന്റെ മുമ്പേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും. എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനാകും. അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും. ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ. ഇതാ, ഞാൻ ഈ കിണറ്റിൻകരെ നിൽക്കും. വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട്, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും. അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എൻ്റെ യജമാനൻ്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ. എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു. അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി. ഞാൻ അവളോട് എനിക്കല്പം കുടിക്കുവാൻ തരുക എന്ന് പറഞ്ഞു. അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു: കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കുവാൻ തരാം. ഞാൻ കുടിച്ചു. ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു. അപ്പോൾ ഞാൻ അവളോട്, നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു. നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു. അതിനുശേഷം എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു. എൻ്റെ യജമാനൻ്റെ മകനെ, അവൻ്റെ സഹോദരൻ്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്ക് നയിച്ച അവിടത്തെ ഞാൻ സ്തുതിച്ചു. അതുകൊണ്ട് എൻ്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക, മറിച്ചാണെങ്കിലും പറയുക, എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ ലബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാ, റബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവളെ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവിൻ്റെ തിരുവുള്ളമായതുകൊ പോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്ക് കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണുവീണ് കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുവന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചു നാൾ കൂടി 10 ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കെ കൊണ്ട് യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക. നമുക്ക് പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കാം എന്ന് അവർ പറഞ്ഞു. അവർ റബേക്കയെ വിളിച്ച്, നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റബേക്കയെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്. നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റബേക്കയും തോഴിമാരും ഒട്ടകപ്പുറത്തു കയറി അവനെ അനുഗമിച്ചു. അങ്ങനെ റബേക്കയുമായി ഭൃത്യൻ പുറപ്പെട്ടു. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബെർലഹായിറോയിൽ നിന്ന് പോന്ന് നഗേബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റബേക്കയും ശിരസ്സുയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു,
അവനാണ് എൻ്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി.